രാഹുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു തിന്മയാണ്, ഒരു ഫിത്നയാണ്. സപ്പോസ് ഈ വേദിയിൽ ഒരു ഒസാമ ബിൻ ലാദനോ വല്ല ബാഗ്ദാദി ഇരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ ആദ്യം രാഹുലിന്റെ കഥ തീർന്നിട്ടുണ്ടാവും. അതെനിക്ക് പറയാനുള്ളൂ. ഇവൻ എന്താണ് ഈ പറയണത്? ഇതൊന്നുമല്ല ഇസ്ലാമിലെ ജിഹാദ്. നമ്മളിവിടെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഫിത്ന ഉണ്ടാക്കണം. ഇവൻ ഏതാണെന്ന് ചോദിച്ചിട്ട് അവിടെ സ്പോട്ടിൽ അരിപ്പിയാക്കും. അതാണ് ഉണ്ടാവുക. ഇസ്ലാമിലെ അധ്യാപനങ്ങൾ അത് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. യുദ്ധം ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠം എന്ന് പറയുന്നത് കാഫിറിന്റെ വീട്ടിലെ വെളിച്ചം പോലും ഒരു മുസ്ലിമിന് ഹറാമാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നിങ്ങൾ കൊണ്ടുവരും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ബിരിയാണി കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് ശരിയാണ്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ആദ്യം ഈ അയൽവാസിയോട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ? നിങ്ങൾ ജിഹാദ് ചെയ്യണം, നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടണം. അത് നിങ്ങളുടെ അയൽവാസിയുടെ അടുത്ത് നിന്ന് തുടങ്ങണം എന്ന് പറയും. അവരോട് പരുഷമായിട്ട് നിങ്ങൾ പെരുമാറണം, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പോട്ടെ, നിങ്ങൾ നടന്നു പോകുമ്പോൾ ഇതേ ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അയാളോട് എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അയാളുടെ വഴി ഇടുക്കി കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് മുഹമ്മദ് നബി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് ആദ്യത്തെ 100 സംഘടനകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 99% ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. എന്താണ് അവരുടെ ലക്ഷ്യം? ജിഹാദാണ് അവരുടെ ലക്ഷ്യം. ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. ഇസ്ലാമിലെ തിന്മ എന്ന് പറഞ്ഞ ഫിത്ന, അമുസ്ലിങ്ങളോട് കാണിക്കുന്ന കാര്യം, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും.